കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ചൊരു വേദഭാഗം നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായം അതിൻ്റെ 42 തിരുവചനം. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങളുടെ കർത്താവ് ഏതു ദിവസത്തിൽ വരും എന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പിൻ. അപ്പോൾ യേശു കർത്താവ് പറയാണ്, നമുക്കൊരു കാര്യത്തിൽ നിശ്ചയമുണ്ട്, കർത്താവ് വരും. കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് എല്ലാ ദൈവമക്കളും. യേശുവിനെ കർത്താവ് എന്ന് സ്വീകരിച്ച ഏതൊരു മനുഷ്യൻ്റെയും ഭാഗ്യകരമായ പ്രത്യാശയാണ് നമ്മുടെ കർത്താവിൻ്റെ വീണ്ടും വരവ്. ലോക സംഭവങ്ങൾ കർത്താവിൻ്റെ വീണ്ടും വരവിനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നു. യുദ്ധങ്ങളും ക്ഷാമങ്ങളും പ്രതിസന്ധികളും ഒക്കെ പ്രിയമുള്ളവരെല്ലാം ദൈവവചനത്തിന് നിവൃത്തിയാണ്. അതെല്ലാം കർത്താവിൻ്റെ വരവിന് വേണ്ടി ഉള്ള ലക്ഷണങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഈ കർത്താവിൻ്റെ വരവ് ഉറപ്പാണ്. കർത്താവ് വരും എന്ന് നമുക്കറിയാം. ഇവിടെ പറയുന്നു, ഏതു ദിവസം വരും, എന്നാണ് കർത്താവ് വരുന്നത് എന്ന് നമുക്കറിയത്തില്ല. ചിലപ്പോൾ ഇന്ന് കർത്താവ് വരാം, ചിലപ്പോൾ കർത്താവ് നാളെയോ മറ്റ് ഏതെങ്കിലും ഒരു ദിവസമോ ഏറ്റവും അടുത്ത ഏതെങ്കിലും ഒരു ദിവസമോ കർത്താവ് വരാം. ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഞാനും നിങ്ങളും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഏത് ദിവസത്തിൽ വരുന്നു എന്ന് അറിയത്തില്ല എന്ന കാരണം കൊണ്ട് നമ്മൾ ഉണർന്നിരിക്കണം, വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. നമ്മുടെ കാലഘട്ടത്തിൻ്റെ പ്രയാസങ്ങളെ കണ്ടിട്ട്, പ്രതിസന്ധികളെ കണ്ടിട്ട് നമ്മൾ മടുത്തു പോകരുത്. ഉണർന്നിരിക്കണം. കർത്താവ് വരാൻ സമയമായിരിക്കുന്നു. എന്തിനാണ് കർത്താവ് വരുന്നത്? പ്രിയമുള്ളവരെ, കർത്താവിനെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ, ദൈവമക്കളെ ചേർത്തുകൊണ്ടു പോകാനാണ് യേശു കർത്താവ് വരുന്നത്. യേശു കർത്താവിൻ്റെ ഒന്നാം വരവിൻ്റെ ലക്ഷ്യം കർത്താവ് പാപികളെ രക്ഷിക്കേണ്ടതിന് വേണ്ടിയായിരുന്നു. പാപികളെ തേടി, പാപികളെ അന്വേഷിച്ച്, പാപികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഒന്നാം വരവ് യേശു കർത്താവ് 2000 വർഷം മുമ്പ് മനുഷ്യനായി ഭൂമിയിലേക്ക് വരാനിടയായി തീർന്നത്. എന്നാൽ യേശു കർത്താവ് ഇനിയും വരുന്നത്, രണ്ടാമത് തിരിച്ചു വരുന്നത് പാപികളെ രക്ഷിക്കുന്നതിനല്ല, വിശുദ്ധന്മാരെ ചേർത്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടി, തൻ്റെ മക്കളെ ചേർത്ത് കർത്താവ് കൊണ്ടുപോകേണ്ടതിന് വേണ്ടിയാണ് കർത്താവ് വീണ്ടും വരുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനിയും കർത്താവ് വരുന്ന സമയത്തേക്ക് നമ്മൾ ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ സൂക്ഷിച്ച്, നമ്മളെ തന്നെ കർത്താവിൻ്റെ കൂടെ പോകാൻ റെഡിയായി, പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് കർത്താവുമായി നല്ല ബന്ധത്തിൽ, നല്ല സ്നേഹത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, കർത്താവ് വരുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളെ കൊണ്ടുപോകാനാണ് കർത്താവ് വരുന്നത്. കർത്താവ് വരാൻ വളരെ ആകാംക്ഷയോടെയാണ് കർത്താവ് ഇരിക്കുന്നത്. എന്തിനറിയാവോ? കർത്താവ് തൻ്റെ മക്കളുടെ കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് തൻ്റെ മക്കളുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ആ യേശു കർത്താവ് താമസവിന ഏറ്റവും പെട്ടെന്ന് വരും. ഈ ദിവസവും നമുക്കതിനു വേണ്ടി ഒരുങ്ങാം. ഇന്നത്തെ നമ്മുടെ ജീവിതവും കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മളെ ഒരുക്കുന്നതാകട്ടെ, അനേകരെ കർത്താവിലേക്ക് നടത്തുന്നതാകട്ടെ. അതിനുവേണ്ടി നമ്മളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മളെ അത്ഭുതകരമായി കർത്താവ് നടത്തും. കണ്ണുകളടയ്ക്കാം, നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, അങ്ങ് കർത്താവെ ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളുടെ യേശു കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്ത് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഞങ്ങളെ തന്നെ ഒരുക്കി കാത്തിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ഈ പകലും ഞങ്ങളെ തന്നെ ഒരുക്കാനും മറ്റുള്ളവരെ കർത്താവിന് വേണ്ടി ഒരുക്കാനും കർത്താവെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ പ്രത്യാശയോടെ ജീവിക്കാൻ കർത്താവ് ഞങ്ങളെല്ലാം കർത്താവ് സഹായിച്ചാട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയമുള്ളവരെ, ഇന്ന് പകലും നമുക്ക് കർത്താവിന് വേണ്ടി ഒരുങ്ങാം, കർത്താവിന് വേണ്ടി ഒരുക്കാം. അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തെ പ്രതീക്ഷിക്കാം.